ഇതെന്ത്? അതെ, തലയിലൊരു സാധനം. തെങ്ങോ? അമൽ ചേട്ടാ ദേ പോയി സ്റ്റേജിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? ചേട്ടാ നീക്കി ചിരി. അയ്യോ ചേട്ടാ എത്ര നാളെ ഞാൻ ആഗ്രഹിക്കുന്നു ചേട്ടനൊന്ന് കാണണമെന്ന്. ആണോ? സന്തോഷായോ? ആ സന്തോഷായി. ഇപ്പൊ ചേട്ടൻ എന്തിനാ ബേബി ഗേൾ സിനിമയില് കരഞ്ഞേ? എനിക്ക് തിരിച്ചാണ് ഇഷ്ടം. അത് അഭിനയിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഇനി ചിരിപ്പിക്കാൻ പറ്റില്ല എനിക്ക്. അത് തന്നെ ചെയ്തോണ്ടിരുന്ന ഇതിന്റെ സ്കൂളിലുള്ള നിങ്ങളല്ലേ പറഞ്ഞ ചേട്ടനെ കാണുന്നത്? പരിചയപ്പെട്. അവര് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പരിചയപ്പെടണെന്ന് പേരൊക്കെ പറ. അവനെക്കുട്ടി അരുൺ ചേട്ടന് സ്പേസ് കൊടുക്ക്. അരുൺ ചേട്ടനാണ് എണീപ്പിച്ചു കേട്ടോ. അതെ, പോയി. ഇപ്പൊ ഭാവിയിലൊരു നടിയവാണെങ്കിൽ അരുൺ വർമ്മനെ അഭിനയിപ്പിക്കുമെന്ന് അറിഞ്ഞൂടെ? ചേട്ടൻ മൊത്തം ഞാൻ ലുപ്ത. ഓക്കെ ഓക്കെ. ഞാൻ ഭവപ്രിയ. ഭാവപ്രിയ. ഗൗരി. ഗൗരി. കൃഷ്ണാഞ്ജലി. ഓക്കെ, എല്ലാരും അമൽ ഡേവിസിനെ കണ്ടില്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, ഇനി പേര് പറഞ്ഞു. ദീപിക. ദീപിക. ഓക്കെ. ദക്ഷ. ആരോ മലയാളം ക്ലാസ്സിലൊക്കെ പോയൊരു ഫീൽ. ചെറിയ കുട്ടികളാണെങ്കിലും ഭയങ്കര കട്ടിയുള്ള പേര്. അതെ 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 അതെ. ചേട്ടന്റെ കാര്യം എനിക്ക് ഒരു കഴിവും കൂടി ഉണ്ട്. എന്ത് കഴിവാ? എനിക്ക് പാട്ട് പാടാൻ അറിയാം. ഓ, ഞങ്ങക്ക് അറിയാലോ, അതല്ലേ ഞങ്ങൾ ഇവിടെ. അപ്പൊ ഞാൻ പോയിട്ട് പാടാം. ഇവിടെ നിന്ന് കേക്കണം. എഴുതി പോളെ. ഉറപ്പായിട്ടും. ഒരു കഴിവും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. മറ്റേ കഴിവൊക്കെ എന്തൊക്കെയാ? ഞാൻ പാടുമ്പോ എനിക്ക് ഡാൻസ് കളിക്കും. ആണോ? എല്ലാം ചെയ്യും. അത് പറയണ്ടേ, നല്ല അറിയുള്ളൂ. അരുൺ ചേട്ടൻ ഓടി രക്ഷപ്പെട്ടതാ സീനില്. അവനെക്കുട്ടി എന്തോ ആ മരത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ, തലയിലെ തെങ്ങ്. ഇതെങ്ങനെ എത്ര നേരം എടുത്ത് ഫിറ്റ് ചെയ്യാൻ? ഇത് ആന്റിക്ക് പെട്ടെന്ന് ചെയ്തു തന്നു. ആദ്യം ഞങ്ങൾ രണ്ട് സൈഡ് ചെയ്യാന്നാ പറഞ്ഞു ഇങ്ങനെ. പക്ഷെ അത് പറ്റിയില്ല. അത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഇങ്ങനെ ഊരി പോയായിരുന്നു. റേഞ്ച് പിടിക്കാനാ. ആ ആന്റിന. ആന്റി വെച്ച ആന്റിന. ആന്റി വെച്ച ആന്റിന. ആന്റിന ഇന്ന് ഏത് പാട്ടാണ്? നാലുകാലുള്ള ഒരു നങ്ങേലി പെണ്ണി. ഏയ് ചട്ടമ്പി. യെസ്. കോമഡി റൗണ്ട്. ചട്ടമ്പി കല്യാണി. യെസ്. അപ്പൊ ഇനി ഡീറ്റെയിൽസ് പറഞ്ഞോ. മൂവി ചട്ടമ്പി കല്യാണി. ഇയർ 1975. മ്യൂസിക് അർജുനൻ മാഷ്. ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ. പാടിയത് മാധുര്യമ്മ. കൂട്ടുകാരോട് ഒരൊറ്റ ചോദ്യം. ആവണി ചട്ടമ്പിയാണോ? ചട്ടമ്പിയാ. രണ്ടുമൂന്ന് പേരും കൂടെ. കൃഷ്ണാഞ്ജലി. അതെ അതെ ചട്ടമ്പിയാണ്. ഭാവപ്രിയ. ഭയങ്കര ചട്ടമ്പിയാ. ഭയങ്കര ചട്ടമ്പിയ. എന്താ ഈ ചട്ടമ്പി എന്ന് പറയാൻ കാരണം? നല്ല കുരുത്തക്കേടാ. ആണോ? നല്ല കുരുത്തൻ. പദപാകാതെ വന്ന കുരുത്തക്കേട്. ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടില്ലേ? ഡയറക്ടർ ഓക്കെയാണ്. അമൽ ഡേവിസിന് ഇഷ്ടായില്ലേ? പിന്നെ ഇഷ്ടായി. ചേച്ചിക്കോ? അവരൊക്കെയാണ്. അപ്പൊ നമുക്കെന്നാ പാട്ട് കേൾക്കാം. ഓക്കെ സർ. ഓക്കെ. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടു പോയി. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടു പോയി. രണ്ടുകാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടു പോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടു പോയി. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടു പോയി. രണ്ടുകാലുള്ള
കല്യാണി മുല്ലപ്പൂവാസന കൊല്ലത്തു നാരാനും വന്നിട്ടുണ്ടോ? ഓ, 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 ഓ. എന്തടി കല്യാണി മുല്ലപ്പൂവാസന കൊല്ലത്തു നാരാനും വന്നിട്ടുണ്ടോ? അഴകിയ രാവണൻ വന്നിട്ടുണ്ട്. അഴകിയ രാവണൻ വന്നിട്ടുണ്ട്. അവനെന്റെ കയ്യിന്ന് കിട്ടുന്നുണ്ട്. കല്യാണിയല്ല ഞാൻ. കാളികളോ മഹാകാളികളോ ഭദ്രകാളികളോ. കല്യാണിയല്ല ഞാൻ. കാളികളോ മഹാകാളികളോ ഭദ്രകാളികളോ. താരിക വീര പോരിനു വാട. മീൻ വെട്ടും കത്തിക്ക് തീന്നൂട്ടാൻ വാട. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കൊലു നാരായണൻ കണ്ടോണ്ടുപോയി. ഓ, രണ്ടുകാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. ഓലക്കേട് മൂട്. ആവണിക്കുട്ടി എന്തോ എത്ര മാർക്കാണ്? എന്നോട് ചോദിക്ക്, ഞാൻ ചോദിക്ക്. 100 പറയുള്ളൂ. 100 99.5 പോരാ. ആ ഒരു ആ മഹാകാളി എന്നാൽ 99.75 മതിയോ? അല്ലല്ല ഇത് പിന്നെ കുറച്ചും കൂടി ഇല്ലേ? കുടഞ്ഞേട്ടാ ആ ഒരു സംഗതി പാളി പോയില്ലേ? ആ അപ്പൊ 0.25 കളഞ്ഞേക്ക്. അപ്പൊ തിരിച്ച് നമ്മള് പക്ഷെ എങ്ങനെ 0.5ഉം 0.75 ഇട്ടാലും തലയിൽ ഒരു മാർക്ക് എന്തായാലും ഉണ്ട്. അതെ. സോ ആവണിക്കുട്ടി going to be awarded 100 on 100 play. പോരത്തങ്ങനെ ഒരു മധുരമഴ. വിളിക്കാം. എന്റെ അമ്മോ, നല്ല ചെലവായി ഈ എപ്പിസോഡിന്. ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? കണ്ടോ, ഒരാള് 100 മേടിച്ചോണ്ട് എല്ലാരും ഹാപ്പി. അപ്പൊ ഇനി ചട്ടമ്പിയാണോ? അല്ലാന്ന് പറയാൻ മനസ്സനുവദിക്കുന്നില്ല. പക്ഷെ ഇതല്ല കേട്ടോ, വേറൊരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട്. നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആവണിക്കുട്ടിയാണ്. നമുക്ക് സംഗീതേട്ടനെ വിളിക്കാം ഗിഫ്റ്റ് തരാൻ അല്ലേ? സംഗീതേട്ട ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? ആവണിക്കുട്ടിയുടെ ഫേവറേറ്റ് ആള് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കാണ്. ആവണിക്കുട്ടിക്ക് വിലീവ് അയക്കുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ.